എന്തുകൊണ്ടായിരിക്കാം അമേരിക്കക്ക് ഇറാനോട് ഇത്രമാത്രം വിരോധം? നമുക്ക് സിമ്പിളായി പരിശോധിക്കാം. 1953 മുതൽ 79 വരെ ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. എന്നാൽ 1979 ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനിൽ വരുന്നുണ്ട്. അതുമുതൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കാടായിട്ട് ഇറാൻ മാറുന്നുമുണ്ട്. ഇന്ന് മിഡിൽ ഈസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളും ഇറാനുമാണ്. അതിൽ അറബ് രാജ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനോട് മമത കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അമേരിക്കൻ ചൊൽപ്പടിക്ക് അല്ലെങ്കിൽ അമേരിക്കൻ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് അറബ് രാജ്യങ്ങളുടെ സമീപനം നമുക്ക് കാണുന്നത്. നേരെ മറിച്ച് ഇറാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒരുപോലെ വെല്ലുവിളിയായിട്ടാണ് ഇറാൻ നിലകൊള്ളുന്നത്. ഇറാന്റെ കയ്യിൽ അത്യാധുനിക മിസൈലുകളും മറ്റുള്ള എല്ലാ വെടിക്കോപ്പുകളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപവും അമേരിക്കയും ഇസ്രായേലും ചുമത്തുന്നുണ്ട്. അപ്പോൾ ഇറാന് ഓൾറെഡി അമേരിക്കക്കും ഇസ്രായേലിനും ഒരു വെല്ലുവിളിയാണ്. അതേപോലെ തന്നെ അണുബോംബ് ന്യൂക്ലിയർ ബോംബ് ഡെവലപ്പ് ചെയ്യാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുമാണ് അമേരിക്കയുടെ നിലപാട്. ഇവിടെ ഈ അണുബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്ത്യയുടെ കയ്യിൽ വരെ ഉണ്ട്. പിന്നെ ഇറാൻ അത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനാദ്യം നമുക്ക് ന്യൂക്ലിയർ ബോംബുമായി ബന്ധപ്പെട്ട ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 1970 ഈ ട്രീറ്റി നിലവിൽ വരുന്നത്. ഈ ട്രീറ്റി ലോകരാജ്യങ്ങളെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റും ന്യൂക്ലിയർ നോൺ വെപ്പൺ സ്റ്റേറ്റും. അതിനായിട്ട് ഈ ട്രീറ്റി ഒരു കട്ട് ഓഫ് വെച്ചു. 1967 ജനുവരി 1 ന്യൂക്ലിയർ ബോംബ് 1 അതിന്റെ മുന്നെയോ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്തിയ രാജ്യങ്ങളെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് എന്നും നടത്താൻ സാധിക്കാത്ത രാജ്യങ്ങളെ ന്യൂക്ലിയർ നോൺ വെപ്പൺ സ്റ്റേറ്റ് എന്നും വിളിക്കും. അപ്പൊ ഇത് പ്രകാരം ഈ ഒരു കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ ന്യൂക്ലിയർ വെപ്പൺ എക്സ്പെരിമെന്റ് നടത്തിയ രാജ്യങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ചൈന, ഫ്രാൻസ്, മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഈ ന്യൂക്ലിയർ ബോംബ് എക്സ്പെരിമെന്റ് നടത്താൻ സാധിക്കാത്ത ന്യൂക്ലിയർ നോൺ വെപ്പൺ സ്റ്റേറ്റ്സ്. ഇപ്പൊ NPT ട്രീറ്റി പ്രകാരം NPT ട്രീറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്ത് ന്യൂക്ലിയർ ബോംബിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ്. അപ്പൊ NPT ട്രീറ്റി പ്രകാരം ന്യൂക്ലിയർ ബോംബ് ഉള്ള രാജ്യങ്ങൾ, കൈവശം വെച്ചിട്ടുള്ള രാജ്യങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സിന് ഇനിയും ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനും കൈവശം വെക്കാനും സാധിക്കും. നേരെ മറിച്ച് ന്യൂക്ലിയർ നോൺ വെപ്പൺ സ്റ്റേറ്റിന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്താനോ സാധിക്കില്ല. എന്നാൽ അവർക്ക് ന്യൂക്ലിയർ ടെക്നോളജി സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ NPT വന്നതിന് ശേഷം ഇറാനൊക്കെ അത് സൈൻ ചെയ്ത് അംഗീകരിച്ച രാജ്യമാണ്. നേരെ മറിച്ച് ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇറാൻ ഓൾറെഡി NPT സൈൻ ചെയ്ത രാജ്യമാണ്. എന്നാൽ NPT സൈൻ ചെയ്ത ഇറാന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം, എൻറിച്ച്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്ക, ഇസ്രായേലൊക്കെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ യുറാനിയം ആണ് സാധാരണ ന്യൂക്ലിയർ ബോംബിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ. ഈ ഫ്യൂവൽ, അതായത് ഈ യുറേനിയം നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന യുറാനിയത്തിൽ യുറാനിയം 238 ഉണ്ട്, 235 ഉണ്ട്. എന്നാൽ അതിൽ 235 ആണ് ന്യൂക്ലിയർ ബോംബിൽ ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ നാച്ചുറലി കിട്ടുന്ന യുറാനിയത്തിൽ യുറാനിയം 235 ആകെ 0.7% വരുന്നുള്ളൂ. അപ്പൊ ഈ 0.7% വരുന്ന യുറാനിയം എൻറിച്ച് ചെയ്ത് സമ്പുഷ്ടീകരിച്ചിട്ട് വേണം ന്യൂക്ലിയർ വെപ്പണിൽ ഉപയോഗിക്കാൻ. അത് 90% മുകളിൽ യുറാനിയം 235 സമ്പുഷ്ടീകരിച്ചാൽ മാത്രമാണ് ഇറാനും അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു യുറാനിയം 235.7% മുതൽ ഒരു 20% വരെ സമ്പുഷ്ടീകരിച്ചാലാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ, അതേപോലെ മെഡിക്കൽ ഐസോട്ടോപ്പുകളിൽ, മറ്റ് പീസ്ഫുൾ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 20% മുകളിലേക്ക് എൻറിച്ച് ചെയ്യുന്നത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നുള്ളതാണ് അമേരിക്കയുടെ ഒക്കെ നിലപാട്. അതായത് ഇറാൻ ഈ ഒരു സമ്പുഷ്ടീകരണം ക്രമാതീതമായി കൂട്ടി ഇപ്പോൾ 60% എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ 90% മുകളിൽ സമ്പുഷ്ടീകരിച്ചാലാണ് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ 90% മുകളിലേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇറാൻ എത്തുമെന്നും അങ്ങനെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്നാൽ ഇറാന് വളരെ സീക്രട്ട് ആയിട്ടുള്ള ചില ന്യൂക്ലിയർ എക്സ്പെരിമെന്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒബാമയുടെ സമയത്ത്, ഒബാമ പ്രസിഡന്റ് ആയ കാലഘട്ടത്തിൽ 2015 ഒരു ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്, പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോയിന്റ് കോംപ്രഹെൻസീവ് പാക്ട് എന്നുള്ള പേരിൽ. എന്നാൽ ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ തന്നെ ഈ അഗ്രിമെന്റിൽ നിന്നും ട്രംപ് പിന്മാറിയിരുന്നു.
ഇപ്പോ ട്രംപ് ഇറാന്റെ അടുത്ത് വരെ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സായുധ കപ്പലുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അടക്കമുള്ള കപ്പലുകൾ വന്ന് നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇറാനെ കൊണ്ട് ഒരു ന്യൂക്ലിയർ അഗ്രിമെന്റ് സൈൻ ചെയ്യിക്കാനുള്ള ശ്രമമുണ്ട്. അപ്പൊ ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് ശ്രമിക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരണം തടയുക, സമ്പുഷ്ടീകരണം കുറച്ചു കൊണ്ടുവരിക, ഈ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറാനിയം ഒക്കെ ഇറാനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ ഇറാൻ തങ്ങളുടെ സുസറാനിറ്റിയെ അല്ലെങ്കിൽ സോവർണിറ്റിയെ, പരമാധികാരത്തിനെ ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള നീക്കുപോക്കിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, ഇറാഖ് 2003 അമേരിക്ക അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക പറഞ്ഞിരുന്നത് ഇറാഖിന്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നുള്ള അതിഭീകരമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം അത്തരത്തിലുള്ള ആയുധങ്ങൾക്കുള്ള തെളിവൊന്നുമില്ല എന്നുള്ള രീതിയിലും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതൊരു തെറ്റായിരുന്നു എന്ന് വരെ ഇപ്പൊ അന്ന് അമേരിക്കയുടെ കൂടെ യുദ്ധം ചെയ്ത UK സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മൾ ഇറാന്റെ കേസിലും കാണുന്നത്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടെന്നുള്ള പേരും പറഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്കെതിരെ നിലവിലുള്ള ഒരേ ഒരു രാജ്യത്തിന്, അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ ഉള്ള ഒരേ ഒരു രാജ്യത്തിനെതിരെയുള്ള പടക്കോപ്പായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള സമീപനങ്ങളെ കാണേണ്ടത്. കുറച്ചു മുന്നേ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കുകയും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇറാൻ ഏകദേശം അതേ രീതിയിൽ തിരിച്ചടിച്ചപ്പോൾ ഇസ്രായേൽ പിൻവാങ്ങുകയുണ്ടായത്. അപ്പൊ ഇനി ഇസ്രായേൽ പരിശ്രമിക്കുന്നത് അമേരിക്കയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഓൾ ഔട്ട് അറ്റാക്കിലൂടെ ഇറാനെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇറാനെ ഇവരുടെ ചൊൽപ്പടിക്ക് അനുസരിച്ച് നിർത്താനോ, അതല്ലെങ്കിൽ ഇറാനിൽ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ച് മറ്റൊരു അമേരിക്കൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭരണകൂടം കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഒരു യുദ്ധം, പ്രത്യേകിച്ച് ഇറാൻ ഇന്ത്യക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇറാന്റെ ഓയിലുണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവാസികൾ അടക്കമുള്ള ആളുകളുടെ നില വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു യുദ്ധം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം പരസ്പരം തല്ലുകൂടേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ ഒരു അമേരിക്കൻ ഇറാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വരും ഭാവിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയും അതുവഴി ന്യൂക്ലിയർ ബോംബുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയും ലോകം തന്നെ നശിക്കാനുള്ള സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഇരുകൂട്ടരും നല്ല രീതിയിൽ സമാധാനപരമായിട്ടുള്ള ചർച്ചകളിലൂടെ സൊല്യൂഷനിലേക്ക് എത്തട്ടെ എന്ന് അതിയായി പ്രത്യാശിച്ചുകൊണ്ട് താങ്ക് യു.